ഹായ് എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഒരു പുതിയ മൊഡ്യൂളായിട്ടാണ്. മൊഡ്യൂൾ 4 മാർജിനൽ കോസ്റ്റിംഗ്. അതായത് ഫസ്റ്റ് 3 modules are over. This is the 4th module as per the syllabus of management accounting for the 6th semester BCom degree Kannur University students. അപ്പോൾ നിങ്ങൾക്ക് ആ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത 3 മൊഡ്യൂളും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ദെൻ 4th മൊഡ്യൂളിലേക്ക് പോവുകയാണ്. നമ്മൾ മൊഡ്യൂളിൻ്റെ പേര് മാർജിനൽ കോസ്റ്റിംഗ് എന്നാണ്. അപ്പോൾ എന്താണ് ഈ മാർജിനൽ കോസ്റ്റ്, എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിളിലൂടെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ എന്തിൻ്റെയും ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ എല്ലാ ചിലവുകളുടെയും സം ടോട്ടലാണല്ലോ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഈ കോസ്റ്റിൽ എന്തൊക്കെ ഉൾപ്പെടാം? ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഉൾപ്പെടാം. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് റിമെയിൻ ഫിക്സഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പോൾ ഞാനൊരു 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു റെൻറ്റഡ് ബിൽഡിങ്ങിലാണ്. ആ ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് പെർ ഡേ 1000 rupees-ആണ്. ഒരു ടൗൺ ഏരിയയിലാണ്. പെർ ഡേ 1000 രൂപ റെൻറ്റുള്ളൊരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൽ നിന്നാണ് ഞാൻ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഞാനത് ആ സെയിം ബിൽഡിംഗ് ഉപയോഗിച്ചിട്ട് തന്നെ 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തതിനാലും 3000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തതിനാലും ആ ഫിക്സഡ് കോസ്റ്റ്, ആ റെൻറ്റ് എന്ന് പറയുന്ന ഫിക്സഡ് കോസ്റ്റ് ഡെയിലി 1000 തന്നെയാണ്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കോസ്റ്റാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഫിക്സഡ് കോസ്റ്റ്? ആർ ദോസ് കോസ്റ്റ് വിച്ച് ഡസ് നോട്ട് വാരി അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് ഇൻ ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. വേറാസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്രൊഡക്ഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റ്, വിച്ച് മേ വേരി അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് ഇൻ ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പോൾ ഞാൻ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തതിനാൽ ചില സമയം എനിക്ക് 1000 രൂപ ഇൻകർ ചെയ്യുന്നുള്ളൂ. 1500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തതിനാൽ ആ 1000 മാത്രമായിരിക്കില്ല, അതിനനുസരിച്ച് ചേഞ്ചസ് വരും. അപ്പോൾ ഒരു യൂണിറ്റ് 1 രൂപ നിരക്കിലാണെങ്കിൽ 1500 യൂണിറ്റിന് 1500 വേരിയബിൾ കോസ്റ്റ് ഇൻകർ ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രൊഡക്ഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റ് വേരിയബിൾ കോസ്റ്റും ചേഞ്ച് ചെയ്യാത്ത തരം കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫിക്സഡ് കോസ്റ്റിൻ്റെയും വേരിയബിൾ കോസ്റ്റിൻ്റെയും സം ടോട്ടലാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. വേറാസ് ഇൻ ദിസ് കേസ് മാർജിനൽ കോസ്റ്റിംഗ് പ്രകാരം നമ്മൾ എന്താണ് എടുക്കുന്നത്? ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഓൺലി വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റിനെ നമ്മൾ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അത് കോൺട്രിബ്യൂഷനിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഓൺലി മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ അതർവൈസ് നോൺ ആസ് വേരിയബിൾ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിന് വേറൊരു പേരാണ് വേരിയബിൾ കോസ്റ്റ്. VC എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേരിയബിൾ കോസ്റ്റും MC എന്നതിനോട് ഉദ്ദേശിക്കുന്നത് മാർജിനൽ കോസ്റ്റാണ്. ഞാൻ എൻ്റെ പ്രിപ്പറേഷനിൽ പല സ്ഥലങ്ങളിലായിട്ട് MC, VC എന്നൊക്കെ ലെറ്ററിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് മാർജിനൽ കോസ്റ്റും ആൻഡ് വേരിയബിൾ കോസ്റ്റുമാണ്. സോ മാർജിനൽ കോസ്റ്റിംഗ് ഇറ്റ് ഈസ് എ കോസ്റ്റിംഗ് ടെക്നിക് വേർ ഇൻ ദ മാർജിനൽ കോസ്റ്റ് ഓർ VC മീൻസ് വൈസ് ചാൻസലർ അല്ല, വേരിയബിൾ കോസ്റ്റ് ആണ് കേട്ടോ. Variable cost is charged to the unit of cost while fixed cost for the period is completely written off against the contribution. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കോൺട്രിബ്യൂഷനിലേക്ക് റൈറ്റ് ഓഫ് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിൻ്റെ വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് ആസ് പെർ മാർജിനൽ കോസ്റ്റിംഗ് പ്രകാരം. അപ്പോൾ കോൺട്രിബ്യൂഷനിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ തന്നെ എന്താണ് കോൺട്രിബ്യൂഷൻ എന്നുള്ളത് തുടരെ പറഞ്ഞുതരാം. So the term marginal cost implies the additional cost involved in producing an extra unit of output. അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു 10,000 യൂണിറ്റ് ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത മാസം മുതൽ നമുക്ക് 10,100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ എക്സ്ട്രാ വരുന്ന ആ 100 യൂണിറ്റ് ഉണ്ടല്ലോ, ഓൾറെഡി നമ്മൾ 10,000 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാ വേണ്ടി വരുന്ന ആ 100 യൂണിറ്റിന് വേണ്ടി വരുന്ന ചിലവുണ്ടല്ലോ, ആ ചിലവിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ദ ടേം മാർജിനൽ കോസ്റ്റ് ഇംപ്ലൈസ് ദ additional cost involved in producing an extra unit of output. സാധാരണ ലോവർ ലെവൽ ഓഫ് ഔട്ട്പുട്ടിൽ നിന്നും എക്സ്ട്രാ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്തതിന് ചിലവാകുന്ന വരുന്ന എക്സ്ട്രാ കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? സോ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് അണ്ടർ മാർജിനൽ കോസ്റ്റ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ഈസ് ചാർജ് ടു പ്രൊഡക്ഷൻ. ഫിക്സഡ് കോസ്റ്റ് ആർ റിസീവ്ഡ് ഫ്രം കോൺട്രിബ്യൂഷൻ, റിക്കവേർഡ് ഫ്രം കോൺട്രിബ്യൂഷൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് മാത്രമാണ്. ഫിക്സഡ് കോസ്റ്റ് റിക്കവർ ചെയ്യുന്നത് കോൺട്രിബ്യൂഷനിൽ നിന്നാണ്. അതാണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ഈസ് ബേസ്ഡ് ഓൺ മാർജിനൽ കോസ്റ്റ്
പ്ലസ് ദ കോൺട്രിബ്യൂഷൻ. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ സെയിൽ പ്രൈസ്, ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കാനുള്ള പ്രൈസാണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ആ സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കുന്നത് മാർജിനൽ കോസ്റ്റിനോടുകൂടി കോൺട്രിബ്യൂഷനും കൂടി കൂട്ടിയതാണ്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വേരിയബിൾ കോസ്റ്റിനോടുകൂടി കോൺട്രിബ്യൂഷൻ പ്ലസ് ചെയ്തതാണ്. അവിടെ എന്ത് എടുക്കുന്നില്ല, ഫിക്സഡ് കോസ്റ്റ് നമ്മൾ എടുക്കുന്നില്ല. ഫിക്സഡ് കോസ്റ്റ് ഏതിൽ അഡ്ജസ്റ്റ് ചെയ്തു, ഈ പറയുന്ന കോൺട്രിബ്യൂഷനിൽ അഡ്ജസ്റ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് വിച്ച് ഈസ് യൂസ്ഡ് ടു അസർട്ടൈൻ ദ മാർജിനൽ കോസ്റ്റ് ആൻഡ് ടു നോ ദ ഇമ്പാക്റ്റ് ഓഫ് വേരിയബിൾ കോസ്റ്റ് ഓൺ ദ വോളിയം ഓഫ് ഔട്ട്പുട്ട്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ വേരിയബിൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ്. അപ്പോൾ ഈ വേരിയബിൾ കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഔട്ട്പുട്ടിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ വോളിയം ഓഫ് ഔട്ട്പുട്ടിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. ദെൻ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിഡക്റ്റിംഗ് ദ മാർജിനൽ കോസ്റ്റ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ് ഫ്രം സെയിൽസ്. അതായത് മാർജിനൽ കോസ്റ്റിംഗ് ഇക്വേഷൻ പ്രകാരം നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസ് നിന്നും കോസ്റ്റ്, നോർമലി നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസിൽ നിന്നും ആ സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ മാർജിനൽ കോസ്റ്റിംഗ് കൺസെപ്റ്റ് പ്രകാരം ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, വേരിയബിൾ കോസ്റ്റ് മാത്രമാണ്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസിൽ നിന്ന് മാർജിനൽ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്തതായിരിക്കും. ദ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് മാർജിനൽ കോസ്റ്റ് ഈസ് ടു take managerial decisions such as make or buy, selling price decision etc. Then നമ്മൾക്ക് സിലബസിൽ പ്രത്യേകിച്ച് പഠിക്കാനുണ്ട് വാട്ട് ആർ ദ മാനേജീരിയൽ അപ്ലിക്കേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. അത് നെക്സ്റ്റ് പറയാനുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് തലങ്ങളിൽ ഡിസിഷൻസ് എടുക്കാൻ ഏറ്റവും നല്ല കോസ്റ്റിംഗ് ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ്. കാരണം മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേമിൻ്റെ സോട്ട് അനാലിസിസൊക്കെ കണ്ടക്ട് ചെയ്ത് സ്ട്രെങ്ത് വീക്ക്നെസ്സൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് ഇവിടെ തന്നെ ഉണ്ടാക്കണോ, മേക്ക് ചെയ്യണോ, അതർവൈസ് മേക്ക് ചെയ്താൽ നമ്മൾ നഷ്ടത്തിൽ പോവോ, അല്ലെങ്കിൽ അങ്ങനെ നഷ്ടത്തിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഓൾറെഡി മാനുഫാക്ചേർഡ് പ്രോഡക്റ്റ് ബൈ ചെയ്താൽ മതിയോ, പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കണം, ദെൻ ഈ പ്രോഡക്റ്റ് ഈ സെല്ലിംഗ് പ്രൈസിൽ വിറ്റാൽ നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള പല മാനേജ്മെൻറ്റ് തലങ്ങളിലെ തീരുമാനങ്ങൾ എടുക്കാൻ ഈ മാർജിനൽ കോസ്റ്റിംഗിൽ കൊണ്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ദിസ് ആർ ദ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. ദെൻ നെക്സ്റ്റ് കം ടു ദ ഡെഫിനിഷൻ. According to Dr. Joseph, marginal costing is a technique of determining the amount of change in the aggregate cost due to an increase of 1 unit over the existing level of production. എന്താണ് പറഞ്ഞത് ജോസഫ്? Marginal costing is a technique of determining the amount of ചേഞ്ച് ഇൻ ദ ആഗ്രിഗേറ്റ് കോസ്റ്റ്. അതായത് ആഗ്രിഗേറ്റ് കോസ്റ്റ് മീൻസ് ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് തീരുമാനിക്കാൻ. എങ്ങനെയാണ് ചേഞ്ചസ്? ഡ്യൂ ടു an increase of 1 unit over the existing level of production. അതായത് ഇപ്പോൾ ഉള്ള ലെവൽ ഓഫ് പ്രൊഡക്ഷൻ നേരത്തെ എക്സാമ്പിൾ പ്രകാരം 10,000 യൂണിറ്റ് ആണ്. ഇനി നെക്സ്റ്റ് മന്തിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ ഈ 10,000 യൂണിറ്റ് മതിയാകുന്നില്ല, 10,500 യൂണിറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ എക്സ്ട്രാ നമ്മൾ 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ 500 യൂണിറ്റ് വേണ്ടി വരുന്ന തരം കോസ്റ്റാണ് മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ എക്സ്ട്രാ 500 യൂണിറ്റ് കൂടുമ്പോൾ നമ്മൾ ആഗ്രിഗേറ്റ് കോസ്റ്റിൽ എന്ത് വരും? മാറ്റം വരും. അപ്പോൾ എത്രത്തോളം മാറ്റം വരുന്നുണ്ട് എന്ന് തീരുമാനിക്കാനുള്ള ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റ് എന്തെന്ന് ആര് പറഞ്ഞു? ഡോക്ടർ ജോസഫ് പറഞ്ഞത്. സോ വൺസ് അഗെയിൻ ഡെഫിനിഷൻ. According to Dr. Joseph, marginal costing is a technique of determining the amount of change in the aggregate cost due to an increase of 1 unit over the existing level of production. The next term ആണ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് അല്ലെങ്കിൽ CVP അനാലിസിസ്. വെരി ഇമ്പോർട്ടൻറ്റ് ടേം വിത്ത് റിഗാർഡ് ടു മാർജിനൽ കോസ്റ്റിംഗ്. കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് അല്ലെങ്കിൽ CVP അനാലിസിസ്. എന്താണ് CVP? പേര് തന്നെ അറിയാം, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ്. അപ്പോൾ അവിടെയുള്ള 3 ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ 3 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കോസ്റ്റിൻ്റെയും വോളിയത്തിൻ്റെയും പ്രോഫിറ്റിൻ്റെയും ഒരു റിലേഷൻഷിപ്പാണ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. സോ CVP അനാലിസിസ് ഇസ് എ ടെക്നിക് ഫോർ സ്റ്റഡിയിങ് the relationship between cost, volume and profit. കോസ്റ്റും
വോളിയം എന്ന് പറഞ്ഞാൽ എത്ര, സെയിൽസ്, ദെൻ പ്രോഫിറ്റ്. ഈ 3 വേരിയബിൾസ് തമ്മിൽ 3 ഇൻ്റർകണക്റ്റഡായ വേരിയബിൾസ് ആണ്. ഈ 3 ഇൻ്റർകണക്റ്റഡായ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് CVP അനാലിസിസിലൂടെയാണ്. സോ ദ 3 factors of CVP ലൈക്ക് കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ് ആർ ഇൻ്റർകണക്റ്റഡ് ആൻഡ് ഇൻ്റർഡിപ്പെൻഡൻറ്റ് ഓൺ വൺ അനദർ. ഈ 3 ഫാക്ടേഴ്സും ഇൻ്റർകണക്റ്റഡ് ആണ്. So what are the objectives of CVP analysis? First objective എന്ന് പറഞ്ഞാൽ to determine the BEP. BEP എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയാനുണ്ട്. ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്നാൽ ഒറ്റ ലൈനിൽ പറഞ്ഞാൽ പ്രോഫിറ്റ് ലോസോ ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണ്, ഒരു ഒപ്റ്റിമം ഏരിയ ആണ് BEP. നമ്മൾ എത്രയാണോ എക്സ്പെൻസ് ഇൻകർ ചെയ്തത് അത്രത്തോളം നമുക്ക് റവന്യൂ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അതിൽ കൂടുതൽ നമുക്ക് പോയിൻ്റ് ഇല്ല, അതാണ് BEP. അപ്പോൾ ആ പോയിൻ്റ് തീരുമാനിക്കാൻ CVPനെ കൊണ്ട് പറ്റും. പിന്നെ ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്, അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് CVP അനാലിസിസ് യൂസ് ചെയ്യണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ടിങ് ദ സ്യൂട്ടബിൾ പ്രോഡക്റ്റ് ഓർ സർവീസസ്, അതായത് ഒരുപാട് പ്രോഡക്റ്റ് മിക്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏത് റൈറ്റ് ചോയ്സ് ഓഫ് മിക്സ് ഉപയോഗിച്ചാലാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ ഫേമിൻ്റെ ഒപ്റ്റിമൽ ലെവലിലേക്ക് എത്താൻ പറ്റും പോലെയുള്ള ഡിസിഷൻസ് എടുക്കാൻ CVP അനാലിസിസിനെ കൊണ്ട് പറ്റും. ദെൻ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് പ്ലാനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് എ ഡിസൈർഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വർഷം ഇത്ര എമൗണ്ട് ലാഭമുണ്ട്, അടുത്ത വർഷം നമുക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി എമൗണ്ട് ലാഭത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, ഒരു യൂണിറ്റിൻ്റെ വില എന്തായിരിക്കണം, അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ CVP അനാലിസിസിലൂടെ പറ്റും. പിന്നെ പറയുന്നത് വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് മെയിൻറ്റെയിനിങ് എ ഡിസൈർഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ്. അതായത് ഇപ്പം നമ്മൾക്കുള്ള ലാഭം 5 ലക്ഷം രൂപയാണ്, ഇനി അടുത്ത കൊല്ലം ഇതേ 5 ലക്ഷം രൂപ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര യൂണിറ്റ് വീണ്ടും എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റിൻ്റെ പ്രൈസ് എത്ര കണ്ട് ഫിക്സ് ചെയ്യണം എന്നിങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാനും ദെൻ ഇപ്പോൾ മൊത്തത്തിലുള്ള പെർഫോമൻസിന് ഇവാലുവേറ്റ് ചെയ്യാനും CVP അനാലിസിസിനെ കൊണ്ട് പറ്റും. ദെൻ നെക്സ്റ്റ് പറയാനുള്ള ടേം എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ് ടേമാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസും ഒരു പ്രോഡക്റ്റിൻ്റെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും കണ്ടെടുത്ത് അതിൻ്റെ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് സെല്ലിംഗ് പ്രൈസസ് ഓവർ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. അതായത് നമ്മളെ മാർജിനൽ കോസ്റ്റിംഗ് ഇക്വേഷൻ പ്രകാരം ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് മാത്രമാണ്. അപ്പോൾ ആ വേരിയബിൾ കോസ്റ്റിനെക്കാളും എത്ര കണ്ട് സെല്ലിംഗ് പ്രൈസ് മുമ്പിലോട്ടേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് കോൺട്രിബ്യൂഷനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസും വേരിയബിൾ കോസ്റ്റും തമ്മിലൊരു റിലേഷനാണ് കോൺട്രിബ്യൂഷൻ. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ്സ് ഫോർമുല വിൽ ബി കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് എന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യാം. അപ്പോൾ ഇവിടെ സെയിൽസ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് അല്ല, മൊത്തത്തിലുള്ള ആ ഫേമിൻ്റെ സെയിൽസ് ആണ്. ദെൻ VC എന്ന് പറയുന്നത് ആ മൊത്തത്തിൽ ആ ഫേമിൻ്റെ വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ ആ മൊത്തത്തിലുള്ള സെയിൽസിൽ നിന്ന് മൊത്തത്തിലുള്ള വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്തതിനാൽ മൊത്തത്തിലുള്ള കോൺട്രിബ്യൂഷൻ കിട്ടും. ഇനി അതല്ല സെയിൽസ് തന്നിട്ടില്ല, വേരിയബിൾ കോസ്റ്റും തന്നിട്ടില്ല, പക്ഷേ ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റുമാണ് തന്നതെങ്കിൽ ഫിക്സഡ് കോസ്റ്റിനോട് പ്രോഫിറ്റ് കൂട്ടിയാൽ എന്ത് കിട്ടും, കോൺട്രിബ്യൂഷൻ കിട്ടും. ഇനി അതല്ല നമുക്ക് ഒരു യൂണിറ്റിൻ്റെ കോൺട്രിബ്യൂഷനാണ് കാണേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സെല്ലിംഗ് പ്രൈസ് മൈനസ് ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇത് കോൺട്രിബ്യൂഷൻ ഇൻ ടോട്ടൽ, ഇത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. മനസ്സിലായോ? ദ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടേം വിത്ത് റിഗാർഡ് ടു മാർജിനൽ കോസ്റ്റിംഗ് PV റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റ് വോളിയം റേഷ്യോ. അപ്പോൾ this ratio also called marginal ratio which expresses the relation of contribution to sale. കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റേഷ്യോ ആണ് PV റേഷ്യോ എന്ന് പറഞ്ഞാൽ. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫോർമുല PV റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽ. ഇതാണ് മെയിൻ ഫോർമുല, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് അല്ലെങ്കിൽ C/S എന്ന് പറയും. ഓർ അറ്റ് അനദർ ഫോർമുല വിൽ ബി ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ്. എന്തുകൊണ്ടാണ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എടുത്തത്? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഈ ഫിക്സഡ് കോസ്റ്റിനോട് പ്രോഫിറ്റ് കൂട്ടി എന്ത് കിട്ടും, കോൺട്രിബ്യൂഷൻ കിട്ടും. ഇതേ കോൺട്രിബ്യൂഷൻ തന്നെ കിട്ടും, അത് ഡിവൈഡ് ബൈ സെയിൽസ് ആണ് PV റേഷ്യോ. ഇനി ദി കൺസെപ്റ്റ് ഓഫ് PV റേഷ്യോ ഈസ് ഓൾസോ യൂസ്ഫുൾ ടു കാൽക്കുലേറ്റ് ദ BEP. നേരത്തെ നമ്മൾ CVP അനാലിസിസിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് മനസ്സിലാക്കാൻ PV റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഫേം എപ്പോഴാണ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ് ഏരിയയിലേക്ക് എത്തുന്നത്, അതാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ്. അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ദ പ്രോഫിറ്റ്
അറ്റ് എ ഗിവൺ വോളിയം ഓഫ് സെയിൽസ്, അതായത് ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റീസ് ഓഫ് സെയിൽസ്. സോ അടുത്ത മാസം എനിക്ക് 10,000 യൂണിറ്റ് വിൽക്കണം. അപ്പോൾ 10,000 യൂണിറ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്ര? ഇനി അതുമാത്രമല്ല, ദ സെയിൽസ് വോളിയം റിക്വയർഡ് ടു ഏൺ എ ഗിവൺ ഓർ ഡിസൈഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ്. ഇനി ഇതേ എക്സാമ്പിൾ തന്നെ വേറെ രീതിയിൽ പറഞ്ഞാൽ അടുത്ത കൊല്ലം എനിക്ക് 10,000 രൂപ ലാഭം കിട്ടിയിരിക്കണം. അപ്പോൾ 10,000 രൂപ ലാഭം കിട്ടണമെങ്കിൽ എത്ര യൂണിറ്റ് ഞാൻ വിൽക്കണം? നേരത്തെ നമ്മൾ പറഞ്ഞത് നമുക്ക് ഇത്ര എമൗണ്ട് ലാഭമുണ്ട്, എത്ര ലാഭമുണ്ട് നമുക്ക്, അപ്പോൾ ആ ലാഭത്തിലേക്ക് എത്താൻ വേണ്ടി എത്ര യൂണിറ്റ് നമ്മൾ സെയിൽ ചെയ്യണം. ഇപ്പം നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ രണ്ട് രീതിയിലും നമുക്ക് പറയാം. പിന്നെ നമുക്ക് ഇത്ര രൂപക്ക് സെയിൽസ് നടത്തണമെങ്കിൽ ഇത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ സെയിൽസ് വോളിയം പ്രോഫിറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ PV റേഷ്യോനെ കൊണ്ട് പറ്റും. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വോളിയം ഓഫ് സെയിൽസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ പ്രസൻറ്റ് പ്രോഫിറ്റ് ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഈസ് റെഡ്യൂസ്ഡ് ബൈ സ്പെസിഫൈഡ് പെർസെൻറ്റ്. അതായത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് 10 രൂപയാണ്. അപ്പോൾ 10 രൂപ സെല്ലിംഗ് പ്രൈസ് ആകുന്ന സമയത്ത് നമുക്ക് 10,000 രൂപ ലാഭം കിട്ടുന്നുണ്ട്. ഇനി ആ 10 രൂപ എന്നുള്ളത് കുറച്ചിട്ട് 8 രൂപയാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര എമൗണ്ടിൻ്റെ ലാഭം കിട്ടും? അപ്പോൾ ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് റേഷ്യോ ആണ് ഉപയോഗിക്കേണ്ടത്? PV റേഷ്യോ ആണ് ഉപയോഗിക്കേണ്ടത്. ഇതെല്ലാം ആപ്ലിക്കേഷൻ ലെവലാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് PV റേഷ്യോ. ദ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടേമാണ് കോൺട്രിബ്യൂഷനും PV റേഷ്യോയിലും പോലെയുള്ള ഒരു ടേമാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് അല്ലെങ്കിൽ BEP, ബ്രേക്ക് ഈവൻ പോയിൻ്റ്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇസ് എ പോയിൻ്റ് ഓഫ് സെയിൽസ് വോളിയം അറ്റ് വിച്ച് ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റും മാച്ച് ആവുന്ന ഒരു പോയിൻ്റാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പോയിൻ്റ് ഓഫ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ്. അതായത് നമ്മളെ കയ്യിൽ നിന്ന് ഇത്ര എമൗണ്ട് നമുക്ക് ചിലവായിട്ടുണ്ട്, 10,000 രൂപ ചിലവായിട്ടുണ്ട്. ആ 10,000 രൂപ ചിലവായതിന് കണക്കായിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി 10,000 1 രൂപ നമുക്ക് ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്തല്ല? ബ്രേക്ക് ഇവൻ പോയിൻ്റ് അല്ല. അതായത് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല, നമ്മൾ മുതൽ മുടക്കിയ പൈസക്ക് കണക്കായിട്ട് നമുക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഏരിയയാണ് ബ്രേക്ക് ഇവൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. സോ എ ഫേം ഈസ് സെറ്റ് ടു ബ്രേക്ക് ഈവൻ വെൻ ഇറ്റ്സ് ടോട്ടൽ സെയിൽസ് ആർ ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ഒരു ഫേം എപ്പോഴാണ് ഒരു ബ്രേക്ക് ഈവൻ പൊസിഷനിലെത്തുക? ആ ഫേമിൻ്റെ ടോട്ടൽ സെയിൽസ് ആ ഫേമിൻ്റെ ടോട്ടൽ കോസ്റ്റിനോട് ഈക്വൽ ആകുമ്പോഴാണ് ആ ഫേം ബ്രേക്ക് ഈവൻ പോയിന്റിലെത്തുക. ഇനി ഇഫ് പ്രൊഡക്ഷൻ ഓർ സെയിൽസ് ഈസ് ഇൻക്രീസ്ഡ് ബിയോണ്ട് ദിസ് ലെവൽ, ആ ലെവലിന് കൂടുതലായിട്ട് ഇപ്പോൾ ഉള്ള BP ലെവലിന് കൂടുതലായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫേമിന് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഇനി അതെല്ലാം കുറവാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫേമിന് ലോസ് ആയിരിക്കും. അതാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. സോ BP ലെവൽ കുറച്ചും കൂടിയും ക്ലിയർ ആണെങ്കിൽ ഞാൻ റഫായിട്ടൊരു BP ചാർട്ട് വരച്ചിട്ടുണ്ട്. X ആക്സിൽ നമ്മൾ എത്ര യൂണിറ്റ് സെയിൽ ചെയ്യണമെന്നും Y ആക്സിൽ എത്രയാണ് എൻ്റെ സെയിൽസ് റവന്യൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ BP പൊസിഷൻ ഈ മിഡിൽ പോയിൻ്റ് ആണ്. ഈ മിഡിൽ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല? പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. നമ്മൾ എത്രയാണോ നമ്മളെ കയ്യിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തിട്ട് അത്ര തന്നെ നമുക്ക് റവന്യൂ കിട്ടിയിട്ടുണ്ട്. അതായത് റവന്യൂവും കോസ്റ്റും ഈക്വൽ ആവുന്ന ഒരു ഏരിയയാണ് BP ഏരിയ. ഇനി ഇതിൽ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ലെവൽ ഓഫ് അതായത് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻക്രീസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, ഡിക്രീസ് ചെയ്യുമ്പോൾ ലോസ് കിട്ടും. അതായത് ഇപ്പോൾ നമ്മളെല്ലാം യൂണിറ്റ് സോൾഡ് ഈ പൊസിഷനിലാണ്. ഇനി ഇങ്ങോട്ടേക്ക് നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന ഒരു പ്രോഫിറ്റും ഇവിടുന്ന് താഴോട്ടേക്ക് വരുന്ന ഒരു ലോസുമാണ്. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ടുള്ള ഒരു BP ചാർട്ട്. ഇനി ഇതിൻ്റെ ഫോർമുലയാണ്. നമ്മൾ BP രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. BP യൂണിറ്റ്സ് എത്ര യൂണിറ്റ് വിറ്റാലാണ് ബ്രേക്ക് ഇവൻ പോയിന്റിൽ എത്താൻ പറ്റും എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എത്ര പൈസക്ക് വിറ്റാലാണ് നമുക്ക് BP പൊസിഷനിൽ എത്താൻ പറ്റും. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് BPൻ്റെ കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ യൂണിറ്റിൻ്റെ കേസിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റിനെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. C പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. അപ്പോൾ എന്താണ് കോൺട്രിബ്യൂഷൻ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസിൽ നിന്നും ആ പ്രോഡക്റ്റിൻ്റെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് മൈനസ് ചെയ്തതിനെ കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ നമ്മൾ യൂണിറ്റിലുള്ള കാൽക്കുലേഷനിൽ ചെയ്യുമ്പം ഇവിടെ ഡിനോമിനേറ്റർ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എടുക്കണം. ഇനി അതെല്ലാം നമ്മൾ BP ഇൻ റുപ്പീസ് എത്ര എമൗണ്ടിന് വിറ്റതിനാലാണ് നമുക്ക് BP പൊസിഷനിൽ എത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിക്സഡ് കോസ്റ്റ് ന്യൂമറേറ്റർ രണ്ടിനും സെയിം തന്നെയാണ്. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ കോൺട്രിബ്യൂഷൻ യൂണിറ്റിന് പകരം നമ്മൾ ഇവിടെ എടുക്കുന്നത് കോൺട്രിബ്യൂഷൻ
ഇക്വേഷൻ ഇൻ റുപ്പീസ് ആണ്. സെയിൽസിന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്ത്, അല്ലാണ്ട് പെർ യൂണിറ്റ് അല്ല. അത് ഇൻറ്റു സെയിൽസ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മൾ എത്ര യൂണിറ്റ് വിറ്റ് കഴിഞ്ഞാലാണ് BP പൊസിഷനിലെത്താൻ പറ്റും എന്നുള്ളതിന് ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർത്ത് വെക്കുക. പറഞ്ഞ ഇക്വേഷൻസൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ ഒരുപാട് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ആൾജിബ്രിക് മോഡൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു 2 ക്വസ്റ്റ്യൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. കമ്മിങ് വീഡിയോസിൽ നമുക്ക് ഫർദർ കാൽക്കുലേഷൻസിലേക്ക് പോകാം. സോ ലിസൺ ദ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് വേരിയബിൾ കോസ്റ്റ്. അതായത് വേരിയബിൾ കോസ്റ്റിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് തന്ന ഇൻഫർമേഷൻസ്, സെയിൽസ് തന്നിട്ടുണ്ട് 1,50,000, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് 30,000, പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 40,000. അപ്പോൾ ബൈ യൂസിങ് ദിസ് 3 ഇൻഫർമേഷൻ ഹൗ വിൽ യു അറൈവ് അറ്റ് ദ വാല്യൂ ഓഫ് വേരിയബിൾ കോസ്റ്റ്? സോ ആസ് പെർ മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ, ഒരു മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. എന്തെന്ന്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ തന്ന വാല്യൂസ് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനാൽ സെയിൽസ് ഈസ് ഗിവൺ 1,50,000, ദാറ്റ് ഫിഗർ മൈനസ് വേരിയബിൾ കോസ്റ്റ് നമ്മൾക്ക് അറിയില്ല. സോ വേരിയബിൾ കോസ്റ്റ് തന്നെ എഴുതാം, ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഈസ് ഗിവൺ 30,000 plus profit is also given 40,000. So by substituting the value 1,50,000 minus variable cost is equal to 30,000 plus 40,000, that is 70,000. Therefore variable cost is equal to 1,50,000 minus 70,000, that's equal to 80,000. So ഇവിടുത്തെ variable cost 80,000 ആണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾക്ക് ഇവിടെ നമ്മൾ വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിച്ചു. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പ്രോഫിറ്റാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രോഫിറ്റും കണ്ടുപിടിക്കണമെങ്കിൽ ഇത് പറയുന്ന ഈ മെയിൻ ഇക്വേഷൻ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന ഇൻഫർമേഷൻസ്, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് 2,50,000, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, അതായത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ വേരിയബിൾ കോസ്റ്റ് 10 രൂപ, അതുപോലെ ഒരു യൂണിറ്റ് വിൽക്കാൻ ആവശ്യമായ സെല്ലിംഗ് പ്രൈസ് 15 രൂപ തന്നിട്ടുണ്ട്. ദെൻ ആ ഫേം 75,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ഇവിടെ ഇയാളെയാണ് വേണ്ടത്. അതായത് ഇക്വേഷൻ ഇതാ, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് ഇയാളെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഈ പ്രോഫിറ്റിന്. അപ്പോൾ ആ പ്രോഫിറ്റിലേക്ക് എത്തണമെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ വേണം. അപ്പോൾ സെയിൽസ് ഉണ്ടോ എന്ന് നോക്കുക ക്വസ്റ്റ്യനിൽ. ഡയറക്റ്റ് സെയിൽസ് ഇല്ല, പക്ഷേ സെയിൽസ് കണ്ടുപിടിക്കാനുള്ള ക്ലൂ തന്നിട്ടുണ്ട്. എന്താണ്? ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 15 രൂപ വേണം. ടോട്ടൽ നമ്മൾ 75,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുമല്ലോ. ദാറ്റ് ഈസ് സെയിൽസ് ഈസ് ഈക്വൽ ടു 75,000 യൂണിറ്റ് ഇൻറ്റു 15, ദാറ്റ് ഈസ് 11,25,000. മനസ്സിലായോ? ഇനി എന്താ വേണ്ടത്? വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്. എന്തെന്ന്? ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 10 രൂപ തന്നിട്ടുണ്ട്. ടോട്ടൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 75,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 75,000 ഇൻറ്റു 10, 7,50,000. അപ്പോൾ നമുക്ക് വേരിയബിൾ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു, സെയിൽസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഫിക്സഡ് കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, 2,50,000. ഇനി ഇപ്പോൾ പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന വാല്യൂസൊക്കെ ഈ മെയിൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനല്ല പ്രോഫിറ്റ് കിട്ടും. സോ ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂസ് ഇൻ ദ മെയിൻ ഇക്വേഷൻ, ദാറ്റ് ഈസ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ സെയിൽസ് നമ്മൾ കണ്ടുപിടിച്ചു 11,25,000. 11,25,000 മൈനസ് വേരിയബിൾ കോസ്റ്റ് പിന്നെ നമ്മൾ കണ്ടുപിടിച്ചു 7,50,000 ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് 2,50,000 പ്ലസ് പ്രോഫിറ്റ്. പ്രോഫിറ്റിനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ദെയർഫോർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ചെയ്യേണ്ടത്? ഈ 3,75,000 നിന്ന് 2,50,000 മൈനസ് ചെയ്യുക. ദെയർഫോർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 1,25,000. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രോഫിറ്റിൻ്റെ എമൗണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ പ്രകാരം ഓരോ തന്ന വാല്യൂസ് ഉപയോഗിച്ചിട്ട് നോൺ വാല്യൂസ് ഉപയോഗിച്ചിട്ട് അൺനോൺ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് കമ്മിങ് വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൈൻഡ്ലി ഷെയർ ദിസ് ലിങ്ക് ടു സം അതർ പീപ്പിൾ. ഡു സപ്പോർട്ട് ഫോർ മീ. താങ്ക് യു.